Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഭാഗം 2ലേക്ക് കടക്കാം. സംസ്കാരത്തെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഉദാരം, ബി സർവം, സി ആനദാസ്യം, ഡി സാംസ്കാരികം. എളുപ്പല്ലേത്? അത് തന്നെ, ഓപ്ഷൻ ഡി സാംസ്കാരികമാണ് ശരിയായ പദം. ഉദാരം എന്ന് പറഞ്ഞാൽ ദാനശീലമുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ദാനശീലമുള്ള. സർവം എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം എന്നുള്ള അർത്ഥമാണ്. ആനദാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദമായ ആസ്യം അഥവാ താഴ്ത്തിയ മുഖം എന്നാണ് അർത്ഥം. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം എന്നുള്ള അർത്ഥമാണുള്ളത് അല്ലെ. അപ്പൊ ആനന്ദമായ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അത് തന്നെയാണ്, താഴ്ത്തിയ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂകൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ നിശബ്ദൻ, ബി ഊമ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? ഇത് എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. താവകം എന്ന പദത്തിന് അർത്ഥം എന്താണ്? താവകം. ഓപ്ഷൻ എ അങ്ങയുടെ, ബി നിന്റെ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതായിരിക്കും? ഏതാണ്? അത് തന്നെ, ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. താവകം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, നിന്റെ എന്നുള്ള അർത്ഥമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ലീനൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ലീനൻ. ഓപ്ഷൻ എ ലോല ഹൃദയമുള്ളവൻ, ബി മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൻ, സി ലയിച്ചവൻ, ഡി എല്ലാം ശരിയാണ്. ഏതായിരിക്കും? ഏതാണ്? ഓപ്ഷൻ ഡി ആണെന്ന് കരുതിയവർക്ക് തെറ്റി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ലയിച്ചവൻ എന്നാണ് അർത്ഥം. ലീനം, ലായകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. മറക്കുക എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ നിസ്മരിക്കുക, ബി വിസ്മരിക്കുക, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അത് തന്നെ, ഓപ്ഷൻ ബി വിസ്മരിക്കുക എന്നതാണ് ശരിയായ പദം. വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയാണ്. അപ്പൊ ഓർക്കുക എന്നുള്ളതിനെയോ സ്മരിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അവി അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. പ്രദക്ഷിണം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? പ്രദക്ഷിണം. ഓപ്ഷൻ എ ദൈവത്വമുള്ളത്, ബി വലത്തോട്ടുള്ള ചുറ്റി നടത്തം, സി വലം വയ്പ്, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ എ ദൈവത്വം ഉള്ളത് എന്നുള്ളതാണ് തെറ്റായ പദം. ദൈവത്വം ഉള്ളതിനെ നമ്മൾ ഒറ്റവാക്കിൽ എങ്ങനെയാ പറയാ? ദിവ്യം എന്നാണ് പറയാ അല്ലേ? വലത്തോട്ടുള്ള ചുറ്റി നടത്തം, വലം വെപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രദക്ഷിണം എന്നുള്ളതാണ് അർത്ഥം. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. മാമകം എന്ന പദത്തിന് അർത്ഥം എന്താണ്? മാമകം. മാമാങ്കം അല്ല കേട്ടോ, മാമകമാണേ. ഓപ്ഷൻ എ എനിക്കുള്ളത്, ബി എന്റേതായ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. അപ്പോ ഇതാണ് ഇന്നത്തെ മൊത്തം 15 പദങ്ങൾ. അപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിക്കുന്നില്ലെങ്കിൽ ഒട്ടന്നെ പോയി പഠിക്കുക ട്ടാ. ഇടയിൽ ബ്രേക്ക് ഒക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. എല്ലാവരും പഠിക്കുക. അതേപോലെ നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതും കണ്ട് പഠിക്കുക. പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഈ ക്ലാസ് ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാ ആഴ്ചയിലും തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.